എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ നാഷണൽ ഡേ ആണ്, UAEയുടെ 49ാമത്തെ. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ പാൻചുമരയിൽ ഇത് പോണ്ടി ഫൗണ്ടൻ പാർക്കുണ്ട്, അവിടോട്ടൊന്ന് പോകാൻ വേണ്ടിയാണ്. അവിടോട്ട് അവിടെ കണ്ടില്ല, ഐ ലവ് UAE എന്നൊക്കെ എഴുതിക്കുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒന്ന് വരാൻ നോക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാൻ പറ്റില്ല, ഭയങ്കര ട്രാഫിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങി, ഇപ്പോൾ സമയം 5:30 ഇപ്പോൾ അങ്ങോട്ട് പാൻചുമരയിലേക്കുള്ള ആദ്യത്തെ വഴിയിലോട്ട് കയറി. ഇതിപ്പോൾ നമ്മുടെ കടലിൻ്റെ നടുക്കോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. കണ്ടില്ലേ, UAEയുടെ ഫ്ലാഗാണ് ചുറ്റും കാണുക, കണ്ടില്ലേ. ഇന്ന് ഞങ്ങളുടെ 49ാമത്തെ ഞങ്ങളുടെ നാഷണൽ ഡേ ആണ് UAEയുടെ. അങ്ങോട്ട് നോക്കൂ, അതെല്ലാം കടലാണ് സൈഡിൽ. ഇപ്പം നമ്മൾ കടലിനുള്ളിലുള്ള സൈഡിൽ കൂടെ നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പം അങ്ങോട്ട് പോവാണ്. ദൂരെ കാണാം ബുർജ് ദുബായ്. ഒത്തിരി അപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലേ എല്ലായിടത്തും, നല്ല ഹൈ ലെവലുള്ള അപ്പാർട്ട്മെൻറ്റ് കണ്ടില്ലേ സൈഡിലൊക്കെ, രണ്ട് സൈഡിലും. ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലും. ട്രാഫിക് ഉണ്ട്, നല്ല ട്രാഫിക്. കൊറോണ എന്ന് പറഞ്ഞൊരു കാര്യമില്ല, നല്ല ട്രാഫിക് ഉണ്ട്. നമ്മളെപ്പോലെ കുറേ ആൾക്കാർ ചാടി ഇറങ്ങിയിട്ടുണ്ട് കാണാൻ വേണ്ടി. നാഷണൽ ഡേ അല്ലേ, ഇവിടെ 4 ദിവസം അവധിയാണ് ഇവിടെ. അപ്പം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പോവുകയാണ് കാറിൽ മുന്നോട്ട്. നമ്മുടെ വണ്ടിയിലൊക്കെ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ടല്ലേ മുമ്പിൽ, ഷാള് പോലത്തെ ഫ്ലാഗ് UAEയുടെ. നല്ല തിരക്കുണ്ട്. ഇതൊക്കെയാണ് വണ്ടി മുന്നോട്ട് പോകുന്നത്. റോഡിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടല്ലേ. എല്ലാം നല്ല ഹൈ ലെവൽ ഉള്ള അപ്പാർട്ട്മെൻറ്റുകളാണ് ഈ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും. ഇപ്പോൾ ഇതൊക്കെയാണ് വണ്ടികളൊക്കെ പോകുന്നത്. സിഗ്നലായി നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടുത്തെ ഓരോരോ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേരുകളൊക്കെ ഉണ്ടല്ലേ ഇവിടെ കാണാം, ലെഫ്റ്റ് സൈഡിലും ഒക്കെ ഉണ്ട്. അങ്ങ് ദൂരെ കാണാൻ ലൈറ്റുകൾ 49 എന്ന് എഴുതിയേക്കുന്നുണ്ട്. ലൈറ്റ് കണ്ടില്ലേ, 49 നോക്കൂ, 49 എന്നുള്ളത് എഴുതിയേക്കുന്നുണ്ടല്ലേ ലൈറ്റില്ലേ. നമ്മൾ മുന്നോട്ട് പോവാണ്. രാത്രിയാകുമ്പോൾ നല്ല രസമായിരിക്കും ഇവിടെയൊക്കെ, നല്ല അടിപൊളി ലൈറ്റുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് പറഞ്ഞൊരു മാളാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, നക്കീൽ മാൾ. ഇപ്പോൾ തുറന്നിട്ട് ഒരു 2 മാസമായിട്ടുള്ളൂ. അത് തിയേറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, സിനിമ തിയേറ്ററൊക്കെ. പക്ഷേ ഇപ്പം അടച്ചിട്ടൊക്കെ ആണ്. നമ്മുടെ മോളിൽ കാണുന്നത് മോണോ റെയിൽവേ. ഇവിടുന്ന് അറ്റ്ലാന്റിസിലോട്ട് പോകാനുള്ളൊരു ചെറിയൊരു ട്രെയിൻ പോലത്തെ. ഇതുകൊണ്ടല്ലേ UAEയുടെ ഫ്ലാഗിൻ്റെ പടം ലൈറ്റാക്കി. ഇപ്പോൾ ഇതാ നേരെ അങ്ങ് മുംബൈ കാണുന്നതാണ് അറ്റ്ലാന്റിസ്. നേരെ ലാസ്റ്റ് കാണാം അങ്ങ് ദൂരെ. നമ്മുടെ ഇതൊക്കെ അങ്ങോട്ട് പോവുകയാണ്. നല്ല ക്യൂ ആണ്. ഞങ്ങൾ തിരിച്ചു പോവാണ്. അവിടെ പാർക്കിംഗ് ഇല്ല, അവിടെ തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇവിടെ പോലീസ് നമ്മൾ തിരിച്ചു വിട്ടു. അപ്പോൾ ഈ പോകുന്ന ആൾക്കാരെല്ലാം അത് തന്നെയാണ്, പാർക്കിംഗ് ഇല്ല, അതുകൊണ്ട് എല്ലാവരെയും തിരിച്ചു വിട്ട ആൾക്കാരെ തിരിച്ച് പോകുന്നത്. അത്രയ്ക്കാളാണ്, എല്ലാ പാർക്കിങ്ങും ക്ലോസ് ചെയ്ത് വരും. എന്തോ ചെയ്യാനാ. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് വന്നിട്ട് പോകുന്നത്.
അത്രയ്ക്ക് ആൾക്കാർ ഇവിടെ. ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ആരെയും കയറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ വഴിയിലുള്ള ലൈറ്റൊക്കെ കണ്ടോട്ട് പോകാൻ നമുക്ക് അതേ ഉള്ളൂ. കണ്ടില്ലേ, ഞങ്ങളിപ്പോൾ അൽക്കായൽ റോഡിലാണ് ഉള്ളത്. അത് ദൂരെ കാണാം, അത് ഫെസ്റ്റിവൽ സിറ്റിയാണ് കാണുന്നത്. ഫ്ലാഗിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലേ, ഓരോ ലൈറ്റുകൾ കണ്ടില്ലേ. ഞങ്ങൾ തിരിച്ചിങ്ങനെ പോവുകയാണ്. ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് നാഷണൽ ഡേയുടെ 49th നാഷണൽ ഡേയുടെ ഡീറ്റെയിൽസ്. ഇത് ഫെസ്റ്റിവൽ സിറ്റിയിലെ ലൈറ്റാണ് ഇപ്പോൾ നമ്മുടെ മുമ്പേ കാണുന്ന ബിൽഡിങ്ങിലുള്ള. അവിടേക്ക് എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അവിടെ ഒന്നും എത്താൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ്. നമ്മൾ പോയ പോലെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ ട്രിപ്പ് ഫെയിലായി. മലയാളത്തെ പോണ്ടിയിൽ പോയതാണ്. ഇത് പോണ്ടിയിലെ ഫൗണ്ടൻ പാർക്കിൽ പോയതാണ്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം ആ ലൈറ്റിങ്ങിന് ഓരോ സ്പെഷ്യൽ ലൈറ്റ് കണ്ടില്ലേ. എന്ത് മനോഹരമായ കാഴ്ച. അങ്ങോട്ട് നോക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഗർഭൂർ ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. നമ്മളത് തിരിച്ചു പോവുകയാണ്. എല്ലാം നല്ല ലൈറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ കാണുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ക്രൗൺ പ്ലാസ. ഫെസ്റ്റിവൽ സിറ്റിയിലെ ക്രൗൺ പ്ലാസയിലെ ലൈറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. യുടെ ഫ്ലാഗിൻ്റെ ലൈറ്റ്. അവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ പോകാൻ പറ്റും. ഭയങ്കര ട്രാഫിക്കാണ്, ഭയങ്കര തിരക്കുമാണ്. അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, നമ്മളിപ്പോൾ ഫെസ്റ്റിവൽ സിറ്റിയിലോട്ടുള്ള താഴോട്ടുള്ള റോഡ് നമ്മളിറങ്ങി. പക്ഷെ ഭയങ്കര ക്യൂ ആണ് അങ്ങേപ്പുറത്തെ റോഡിലൊക്കെ. ഇത് അവിടെയൊക്കെ കാണാം, ലൈറ്റൊക്കെ കണ്ടില്ലേ. വണ്ടികളൊക്കെ ഭയങ്കര തിരക്കിലാണ്. നമ്മൾ ആ സൈഡിലോട്ട് പോകുന്നില്ല, നമ്മൾ തിരിച്ചു പോവാം. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫെസ്റ്റിവൽ സിറ്റി. നമ്മളിപ്പോൾ തിരിച്ചു പോവാണ് ദുബായ് ഷാർജ റോഡിൽ കൂടെ. ഇത് എയർപോർട്ടിൻ്റെ അവിടുത്തെ ടണലാണ്, ചെറിയ ടണൽ, ദുബായ് ഷാർജ റോഡിൽ. അത് കയറി നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഈ റോഡാണ് ഭയങ്കര ട്രാഫിക്കുള്ള, യുഎയിലെ ഏറ്റവും വലിയ ട്രാഫിക്കുള്ള റോഡാണ് ഈ അലിത്തിയാദ് റോഡ്. നമ്മളിങ്ങനെ തിരിച്ചു പോകണം. ലൈറ്റുകൾ മാത്രമുണ്ട്. ഇപ്പോൾ കുറച്ച് വണ്ടികൾ കൂടി പോകുന്നുണ്ട്. ഇപ്പോഴൊക്കെ ആൾക്കാർ കുറവാണ് റോഡിൽ. അല്ലെങ്കിൽ ഈ സമയം 7 മണി, ഇപ്പോൾ സമയം 8 മണിയായി. ഈ സമയം ഈ റോഡെല്ലാം വണ്ടികൾ കൊണ്ട് നിറയും. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കില്ലേ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ദുബായ് എയർപോർട്ടാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്നു. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്നു. ഡബിൾ ഡെക്കറൊക്കെ കിടപ്പുണ്ട് ഇവിടെ. ഈ കിടക്കുന്നത് എല്ലാം ദുബായ് എയർപോർട്ടിൻ്റെ ഒരു സൈഡാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് എമിറേറ്റ്സിൻ്റെ എല്ലാ ഫ്ലൈറ്റുകളും ഇവിടെയൊക്കെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, ഇതൊക്കെ കാറിൻ്റെ ഷോറൂമുകളൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ. ഈ റോഡെന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള സമയം. ഈ സമയമൊക്കെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും ഏറ്റവും സ്ലോ മൂവിങ് ഉള്ള ടൈമുള്ള പീക്ക് ടൈം. അതെ, 8 മണിയാണ് കറക്റ്റാണ്. അത് തിരിച്ച് ആൾക്കാരെല്ലാം ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയമാണ്. ഈ റോഡെല്ലാം നിറഞ്ഞ് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ്. അത് നോക്കി ലെഫ്റ്റ് സൈഡിൽ നോക്കി, ലെഫ്റ്റ് സൈഡിലൊക്കെ ലൈറ്റുകളൊക്കെ ഉണ്ട്. കണ്ടല്ലേ, യുടെ നാഷണൽ ഡേയുടെ. നമ്മളിങ്ങനെ പതുക്കെ മുന്നോട്ട് പോവാണ്. ഈ മോളിൽ കാണുന്ന മെട്രോയാണ്, അൽക്കിയാദ മെട്രോ സ്റ്റേഷനിൽ കാണുന്നത്. നമ്മളിതുവഴി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു.
റൈറ്റ് സൈഡിൽ കാണുന്നത് ഗ്രീൻ കളറിൽ ചുവന്ന കളറുള്ളത് അൽമുള പ്ലാസ ഷോപ്പിംഗ് സെൻറ്റർ, പഴയ ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് ദുബായ് ഷാർജ ഹൈവേയിലുള്ളത്. അപ്പോൾ നമ്മൾ ദുബായിയുടെ ബോർഡർ എത്തി, ഇനി ഷാർജയിലേക്ക് നമ്മൾ പോവുകയാണ്. കണ്ടില്ലേ, ചെറിയ ഒരു ടണൽ പോലെ കണ്ടില്ലേ, വണ്ടികളൊക്കെ പോകുന്നു. നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. 100 ഞാൻ പോകുന്നത് ഇപ്പോൾ 100 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ആദ്യത്തെ സാലിക് ഗേറ്റായി. ഇവിടെ ഇപ്പം നമ്മുടെ 4 ഇറങ്ങിയപ്പോൾ കട്ടാവും. ഇവിടെ ഒരു സാലിക്കുണ്ട്, അപ്പുറത്തൊരു സാലിക്ക്. 4 ദിർഹംസ്. അങ്ങോട്ട് പോകുമ്പോൾ ഒന്നടിക്കും, ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന്. പക്ഷെ 2 സാലിക്കുണ്ട് ഗേറ്റ്. പതുക്കെ വീണ്ടും മുന്നോട്ട് പോകും. അങ്ങനെ മംസാർ ബ്രിഡ്ജ് എത്തി. ഷാർജ ബോർഡറായി. ഷാർജ റൈറ്റ് സൈഡിലൊക്കെ കണ്ടില്ലേ, വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ റൈറ്റ് സൈഡിലുണ്ട്. ഇതാ കാണാം. നേരെ ദൂരെ കാണുന്നത് ഷാർജയിലുള്ള ബിൽഡിങ്ങാണ് ദൂരെയുള്ളത്. ഇതാണ് ഞാൻ പറയാം രണ്ടാമത്തെ സാലിക് ഗേറ്റ്. അവിടെ പൈസ കട്ടായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കട്ടാക്കില്ല. ദുബായോട് നമ്മൾ വിട പറഞ്ഞു. അപ്പം നമ്മളത് ഷാർജയിലേക്ക് കയറുന്നു. ഇതാണ് അൽനാദ ബ്രിഡ്ജ്. ഷാർജ അൽനാദ ബ്രിഡ്ജാണിത്. വീടിനടുത്തെത്തി. നമുക്കൊരു ഫെയിലായ ട്രിപ്പായതെന്ന് പാർക്കിങ്ങും ഇല്ല, ഒന്നുമില്ല, അതുകൊണ്ട് വിട്ടു. ഈ കാണുന്നത് അൻസാർ മാളിൻ്റെ മുമ്പിലുള്ള ബ്രിഡ്ജാണ്. അൻസാർ മാളിൻ്റെ നേരെ മുമ്പിലുള്ള ഇതാ കണ്ടല്ലോ, നല്ല രസമാണ് കാണാൻ. പെഡിസ്റ്ററിയൻ ക്രോസിങ്ങുള്ള വർഷങ്ങളായിട്ട് എല്ലാവരും കാത്തിരുന്നൊരു ബ്രിഡ്ജായിരുന്നു. ഇപ്പോഴാണ് അത് ഓപ്പൺ ആയത്, ഒരു 3-4 മാസമായതുകൊണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. അങ്ങനെ നമ്മുടെ ഫെയിലായ ഒരു ട്രിപ്പ് നാഷണൽ ഡേക്ക്